മാംഗല്യം. രചനാവതരണം നന്ദു കൃഷ്ണ. വല്ലാതെ അവശത നിറഞ്ഞ വാക്കുകൾ അവളെ ഭയപ്പെടുത്തി. സീതമ്മ, എന്താ എന്താ പറ്റിയേ? ഒന്നുമില്ല കുഞ്ഞേ, നിന്നെ ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് ഇവിടം വരെ വിളിപ്പിച്ചതാ. അവളുടെ വെപ്രാളം പിടിച്ചുള്ള വാക്ക് കേൾക്കുമ്പോഴേ അറിയാമായിരുന്നു പെണ്ണ് വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവളെ സമാധാനിപ്പിക്കാൻ വളരെ നിസ്സാരമായിട്ടാണ് സീതമ്മ പിന്നീട് സംസാരിച്ചത്. സീതമ്മേ, ഫോണിൽ കൂടി നിന്ന് കുടുങ്ങാതെ വരുന്നുണ്ടോ പെണ്ണേ നീ? അമ്മയുടെ സ്വരത്തിൽ ഒരിത്തിരി കടുത്തതും അവൾ പെട്ടെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അവിടുന്ന് നേരെ മുറിയിലോട്ടോടി ഇട്ടിരുന്നതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഒരു ചുരിദാർ വലിച്ചു കയറ്റി. ഒപ്പം ഷോൾ എടുത്ത് കഴുത്തിലൂടെ ചുറ്റി അവൾ നേരെ പോയത് സൈക്കിളിലേക്കാണ്. ഈ നേരം വരെ രണ്ടുപേരുടെയും സഹായമില്ലെങ്കിൽ ഇരുന്നിടത്തു നിന്നും അനങ്ങാൻ കഴിയില്ലെന്ന് ചിന്തിച്ചിരുന്നവളുടെ ശരീരത്തിലേക്ക് എവിടുന്നാണോ ഇത്രയും നേരം കൊണ്ട് ആരോഗ്യം വന്നതെന്ന് അവളും ആ നിമിഷം ആലോചിച്ചില്ല. കുറച്ചു മുന്നേ ആരെങ്കിലും അവളെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോ ഈ പാഞ്ഞു പോകുന്നവൾ ശരിക്കും അവളുടെ പ്രേതമാണെന്ന് ഉറപ്പിച്ചേനെ. കുറച്ചു ദിവസമായി ഈ വഴി തിരിയുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും ആ നിമിഷം പെണ്ണിന്റെ മനസ്സിലേക്ക് വന്നില്ല. അവളുടെ മനസ്സിൽ അവളുടെ സീതമ്മ മാത്രമായിരുന്നു. അത്രയും ധൃതിയിൽ വലിച്ചു വെച്ച് സൈക്കിൾ ചവിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു വീടിന്റെ വാതിലിലെത്തി ഗേറ്റ് തുറക്കും മുന്നേ പെണ്ണ് വല്ലാതെ ആയിച്ചു പോയത്. സൈക്കിളിൽ നിന്നുകൊണ്ട് തന്നെ ഗേറ്റ് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലെന്ന് കണ്ടവൾ അതിൽ നിന്നും ഇറങ്ങി കുറെ നേരം പിടിച്ചാണ് ആയി പകറ്റിയത്. അവസാനം എങ്ങനെയൊക്കെയോ ഗേറ്റും തുറന്ന് അവരുടെ വീടിന്റെ വാതിലിൽ സൈക്കിളും കയറ്റിവെച്ച് പെണ്ണ് വേഗത്തിൽ അകത്തേക്ക് കയറി. സാധാരണ തന്നോട് വരാൻ പറയുമ്പോൾ ഉമ്മറവാതിലിൽ കാണുന്ന രണ്ടുപേരെയും കാണാതെ ആയപ്പോഴേക്കും അവളുടെ ഉള്ളം പിന്നെയും ഭയത്താൽ കൊടുമ്പിരി കൊണ്ടു. സിറ്റ് ഔട്ടും കഴിഞ്ഞ് ഹോളിലും അവരെ കാണാതെ വന്നതും പെണ്ണ് പിന്നെ നേരെ വെച്ചുപിടിച്ചത് അവരുടെ മുറിയിലേക്കാണ്. പാഞ്ഞു പിടിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് മുഖം കെടുമ്പിച്ച് എന്തോ പറയാൻ തുടങ്ങുന്ന മാമനെയും എന്തു പറഞ്ഞാലും കേൾക്കും എന്ന ഭാവത്തിൽ തലകുമ്പിട്ടിരിക്കുന്ന അമ്മയുമാണ്. ആ ഇരുത്തമേ ഒരു വശക്കേടാണ്. സാധാരണ അമ്മ പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ തലയും കുമ്പിട്ടും ഒക്കെ നിന്ന് കേൾക്കാവുന്ന മാമനാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ അമ്മ കാര്യമായി എന്തോ കുരുത്തക്കേടാകും ഒപ്പിച്ചു വെച്ചത്. പെണ്ണ് മുറിക്കകത്തേക്ക് കയറാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. താൻ വന്നതൊന്നും അറിയാതെ എന്തോ കാര്യമായ സംസാരത്തിലേക്ക് പോകാൻ തുടങ്ങിയതും അത് തടസ്സപ്പെടുത്താൻ എന്ന പോലെ പെട്ടെന്ന് വാതിലിൽ രണ്ട് തട്ട് തട്ടി. നീ ഇങ്ങ് വന്നോ? ഭഗവാൻ കാത്തു, നീ വന്നല്ലോ. ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം രണ്ടുപേരുടെയും മനോഭാവം. ഒരാൾ പറഞ്ഞു തുടങ്ങിയ വഴക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെയും മറ്റേയാൾക്ക് ആ കരാളഹസ്തത്തിൽ നിന്നും അല്പം ആശ്വാസം കിട്ടിയതിന്റെയും സന്തോഷമായിരുന്നു ആ വാക്കുകളിൽ. എന്താ ശ്രീധരമാമ, എന്താ സതിയമ്മയെ പെട്ടെന്ന് വിളിപ്പിച്ചേ? ചോദിച്ചു പരസ്പരം നോക്കുമ്പോഴാണ് അമ്മയുടെ വേഷത്തിൽ കണ്ണു പതിഞ്ഞത്. ആശാട്ടിയുടെ നെറ്റി പൊട്ടിയിരിക്കുന്നു. കൃഷ്ണ! അറിയാതെയാണെങ്കിലും നെഞ്ചിൽ കൈവച്ച് പെണ്ണ് വിളിച്ചുപോയി. അവളുടെ മനസ്സിലേക്ക് ഒരു വെള്ളിടി തന്നെ വെട്ടിപ്പടർന്നു എന്ന് വേണേൽ പറയാം. കാരണം വേറൊന്നുമല്ല, നമ്മളൊക്കെ വായിച്ചു മറന്ന എം.ഡിയുടെയും മുകുന്ദന്റെയും ഒക്കെ കഥകളിലെ നായികയുടെ അമ്മയോ നായികയോ ഒക്കെയാണ് ഇപ്പോഴും സീതമ്മ. അവരന്ന് ഉടുത്തു നടന്നിരുന്ന വേഷത്തിൽ നിന്നും ഇന്നും കരകയറാൻ പറ്റാത്ത അപൂർവം ചില പേരിൽ ഒരാൾ. മുണ്ടും നേരിയതുമാണ് ഇപ്പോഴും വേഷം. അതിൽ നിന്ന് ആകെ മാറിക്കണ്ടത് കൈയൊടിഞ്ഞു കിടന്ന നാളുകളിലാണ്. അന്ന് ഈ ബ്ലൗസൊക്കെ ഇടാൻ കൈ നിവർത്താനുള്ള പാടുള്ള നിവർത്തികേടിൽ ആള് 2 മാസം നൈറ്റി ഇട്ടു എന്നല്ലാതെ പിന്നെ ഈ നിമിഷം വരെ അത് കണ്ടിട്ടില്ല. അന്ന് അമ്മയെ നോക്കിയത് താനും മാമനും കൂടിയാണ്. ആ സമയത്തൊക്കെ പറയുമായിരുന്നു, എന്ന് കയ്യിലെ പ്ലാസ്റ്റർ എടുക്കുന്നോ അന്ന് ഈ നൈറ്റിയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞ ആളിപ്പോൾ നൈറ്റി ഇടണമെന്നുണ്ടെങ്കിൽ അവൾ ശ്രീധരൻ മാമനെയും തള്ളിമാറ്റി അമ്മയുടെ അരികിൽ വന്നിരുന്നു. കുറച്ചു മുന്നേ തന്നെ അമ്മയെ ആകെ ഒഴിഞ്ഞു മാറിയവൾ അടുത്ത് നിന്നിരുന്ന് മുഖത്തും കയ്യിലും കാലിലുമൊക്കെ തടവുന്നത് കണ്ടതും സീതമ്മ അവളെ അരികിലേക്ക് പിടിച്ചിരുത്തി ആ മുഖത്തു നോക്കി പുഞ്ചിരിച്ചു. കഷായം കുടിച്ചു പോലെ നിന്ന ആളുടെ മുഖവും അത് കണ്ടു വിടർന്നിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ, ഇങ്ങനെ തൊട്ടും തലോടിയും ഒന്നും നോക്കാൻ എനിക്കൊന്നും പറ്റിയിട്ടില്ല. കണ്ടില്ലേ ഞാൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത്? സീതമ്മ അവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെയാക്കി ചോദിച്ചതും ഒരൊറ്റ ഒച്ചപ്പാടായിരുന്നു പിന്നിൽ നിന്ന്. പിന്നെ ആരോഗ്യമുള്ള ഒരുത്തി, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ. അവളുടെ ബാക്കി അദ്ദേഹം പറയുന്നതിന് മുന്നേ മുറിയുടെ പുറത്തുനിന്നും കേട്ട ശബ്ദത്തിൽ എല്ലാവരുടെയും നോട്ട അങ്ങോട്ട് പോയി. ചക്കയിടാൻ പോയി നടുവൊടിഞ്ഞു കിടക്കുന്ന ആളെ കാണാൻ ഞങ്ങൾക്കങ്ങോട്ട് വരാൻ പറ്റുമോ? ആൾക്ക് മുന്നേ മുറിയിലേക്കെത്തിയ ചോദ്യത്തിൽ അവൾ ഞെട്ടിക്കൊണ്ടമ്മയെ നോക്കുമ്പോൾ കാണുന്നത് കുറ്റം ചെയ്ത കുട്ടിയെ പോലെ കുമ്പിട്ടിരിക്കുന്നവരെയാണ്. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് ശ്രീധരനെ തേടി ചെന്നു.
ആ മുഖം കണ്ടതും കേട്ടതൊക്കെ ശരിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങിയ ശ്രീധരൻ തിരിച്ചു വന്നത് കൈമൾ മാഷിനെയും ഒക്കത്തിരിക്കുന്ന പൂവിനെയും കൂട്ടിയാണ്. സീതമ്മയെ കണ്ടതും അവൾ ശ്രീധരന്റെ കയ്യിൽ നിന്നും ഉരുണ്ടു പിടിച്ച് താഴെ ഇറങ്ങി. മുത്തശ്ശി, ഇതെന്തു മീണോ? കൈയൊക്കെ മൂഞ്ഞോ? വേദനിച്ചുന്നുണ്ടോ മുത്തശ്ശിക്ക്? ഒരൊറ്റ വായിൽ 1000 ചോദ്യം ചോദിച്ചവളെ ഒരുപാട് കൗതുകത്തോടെ മണിക്കുട്ടി നോക്കി നിന്നു. ഒരൊറ്റ വായിൽ 1000 ചോദ്യം ചോദിക്കുന്നവളെ ഒരുപാട് കൗതുകത്തോടെ മണിക്കുട്ടി നോക്കി നിന്നു. അത് പിന്നെ കുഞ്ഞാവേ, വേദന ഉണ്ടല്ലേ? നിച്ചറിയാം. മറുപടി പറയാൻ വന്ന സീതമ്മയെ അത് പറയാൻ സമ്മതിക്കാതെ കുഞ്ഞിപ്പെണ്ണ് പിന്നെയും കാര്യം പറയാൻ തുടങ്ങിയതും ഇടത് കൈ വെച്ച് കുഞ്ഞിനെ ഇത്തിരി കൂടി അടുത്തേക്ക് നീക്കി മടിയിലേക്കൊന്നിരുത്തു. സീതമ്മ നോക്കിയെങ്കിലും ഉരുണ്ടു പിടയുന്ന പെണ്ണിനെ മടിയിൽ കയറ്റി ഇരുത്തുക എന്നുള്ളത് നല്ലോണം പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു. 1-2 വട്ടം മോളെ മടിയിലിരുത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ലെന്ന് കണ്ട് സീതമ്മ തന്നെ പിന്നെ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. നാ ഇവിടെ ഇരുന്നോളാം മുത്തശ്ശി. അരി പറഞ്ഞായിരുന്നു മുത്തശ്ശിനെ ഡിസ്റ്റർബ് ചെയ്യല്ലെന്ന്. പെണ്ണ് ചുണ്ടൊക്കെ കൂർപ്പിച്ച് സീതയെ നോക്കി. ആഹാ, അതല്ലാതെ വേറെ എന്തൊക്കെ പറഞ്ഞു നിന്റെ അരി? അതോ, അരി പറഞ്ഞു മുത്തശ്ശിനെ കാണുമ്പം ഓടി വന്ന് പൊത്തേന്ന് പറഞ്ഞ് ഈ മടിയിൽ ഇരിക്കലും മുത്തശ്ശിനെ ഡിസ്റ്റർബ് ചെയ്യലും പിന്നെ അടച്ചു വെച്ചിരുന്ന കുഞ്ഞു കൈവിരലുകൾ ഓരോന്നായി തുറന്ന് പെണ്ണ് എണ്ണാൻ തുടങ്ങി. ഡിസ്റ്റർബ് ചെയ്യുന്നത് നാൻ നേരത്തെ പറഞ്ഞില്ലേ? തന്റെ തൊട്ട് സൈഡിലിരിക്കുന്ന മണിക്കുട്ടിയെ നോക്കിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് ചോദിച്ചതും അതുവരെ അവളെ കണ്ടുള്ള ആകാംക്ഷ അടക്കാതെ നോക്കിയിരുന്ന മണിക്കുട്ടി ഒന്ന് ഞെട്ടി. ഓഹോ, അവൾ പറയാതെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ട് കുഞ്ഞുവിരൽ കൊണ്ട് നെറുകയിൽ തട്ടി അവൾ പിന്നെയും സീതമ്മയുടെ നേർക്ക് തിരിഞ്ഞു. പിന്നെ മുത്തശ്ശീനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യണം, നടക്കാൻ വേണ്ടി കൈ മുറുക്ക പിച്ചണം, ഒത്തിരി ദോലി, അരി പഞ്ഞു. അവസാനം എണ്ണാൻ വലത് കൈയിലെ വിരലുകൾ ഇല്ലാതെ കുഞ്ഞു പൂവ് ഇടത് കൈയിലെ വിരലുകൾ തൊട്ട് ക്ഷീണിച്ചുകൊണ്ട് സീതയെ. ആഹാ, അപ്പൊ എന്റെ മോൾക്ക് ചെയ്യാൻ ഒരുപാട് ജോലി തന്നിട്ടുണ്ടോ ഹരി? ആ, അവൾ നീട്ടിമുളിയതും ഇത്തവണ മണിക്കുട്ടിയുടെ ചിരിയൊരൽപ്പം ഉച്ചത്തിലായിപ്പോയി. വന്നപ്പോൾ മുതൽ അവളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കൈമൾ മാഷിന്റെ പുഞ്ചിരിക്കതൽപ്പം മാറ്റുകൂട്ടി. കൈമൾ മാഷിനെ കണ്ട് എഴുന്നേറ്റ് മാറാൻ പോയവളെ സീതയാണ് അടുത്തു തന്നെ പിടിച്ചിരുത്തിയത്. പക്ഷെ കുഞ്ഞിപ്പെണ്ണ് വന്നതിന് ശേഷം അവളുടെ ശ്രദ്ധ ഒരിക്കൽ പോലും മറ്റെവിടെയും പോകാതെ ആ ചുണ്ടടക്കയുടെ അടുത്താണ് കണ്ണും മുഖവും നോട്ടവുമെല്ലാം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊരു കിലുക്കാൻ പെട്ടി അടുത്തിരുന്ന് ചിലയ്ക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ? അപ്പോ ഇന്നു മുതലാണോ പൂവ് മുത്തശ്ശിയെ നോക്കുന്നത്? നോ. എന്താ? അപ്പൊ ഇന്നു മുതൽ പൂവാണോ മുത്തശ്ശീനെ ശുശ്രൂഷിക്കുന്നതെന്ന്? ശ്രീധരന്റെ ചോദ്യം കേട്ടതും പെണ്ണ് പെട്ടെന്ന് കയറി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. അപ്പോഴാണ് വന്നതിന് ശേഷം ഒരിക്കൽ കൂടി മണിക്കുട്ടി കൈമൾ മാഷിനെ നോക്കുന്നത്. നേരത്തെ ഒരു പുഞ്ചിരി നൽകി അവള് തന്റെ സാന്നിധ്യം അദ്ദേഹത്തെ അറിയിച്ചു. അരി മുത്തശ്ശീനെ നോക്കാനാ പാഞ്ഞേ, അതുകൊണ്ട് പൂന് ആ സാധനം വേണ്ട. കണ്ണുരുട്ടിക്കൊണ്ടുള്ള നോട്ടവും പറച്ചിലുമൊക്കെ കണ്ടതും എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നിയെങ്കിലും മാഷ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത്. എന്താണ് കൈമളെ കുറുമ്പി പറയുന്നേ? ചോദ്യം ശ്രീധരന്റെ ആയിരുന്നെങ്കിലും ഉത്തരമറിയാനുള്ള ആകാംക്ഷ മറ്റുള്ളവരുടെ കണ്ണുകളിലും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ പൊന്ന് ശ്രീധര, നീ അവളോട് ശുശ്രൂഷിക്കുമോന്ന് ചോദിച്ചില്ലേ? അതെ, ഈ പറഞ്ഞ ശുശ്രൂഷയുടെ അർത്ഥമൊന്നും അവൾക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് പെണ്ണ് കരുതി കാണും അതേതായാലും തിന്നാനും കുടിക്കാനുമുള്ള സാധനമാണെന്ന്. ആഹാരം കഴിക്കുന്ന കാര്യമൊഴിച്ച് മറ്റെന്ത് പറഞ്ഞാലും പെണ്ണ് കേൾക്കും. ആ ഒരു കാര്യം മിണ്ടിയാലാ അവൾ എല്ലാവരുമായിട്ടും തെറ്റുന്നത്. അതുകൊണ്ട് നിന്റെ ശുശ്രൂഷ ഇനി കൊച്ചിന്റെ അടുത്ത് വേണ്ട. പറഞ്ഞു തീരുകയും അതുവരെ കാര്യമായ കാര്യമെന്തോ ആണെന്ന് പറഞ്ഞ് അത്രയും ആകാംക്ഷയോടെ കേട്ടുനിന്ന എല്ലാവരും അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. ഇപ്പൊ സീതയ്ക്ക് എങ്ങനെയുണ്ട് ശ്രീധര? എങ്ങനെ ഉണ്ടാവാനാ? പറമ്പിൽ ചക്കയോ മാങ്ങയോ അടക്കയോ ഉണ്ടെന്നറിയുമ്പോൾ തുടങ്ങും ഒരു തോട്ടിയുമായിട്ട് ഇവളുടെ സഞ്ചാരം. കഴിഞ്ഞ തവണ കൈയൊടിഞ്ഞ് 2 മാസം വീട്ടിൽ കിടന്നപ്പോൾ ഡോക്ടർ ഇവളോട് പറഞ്ഞതാണ് പ്രായം കൂടുന്തോറും എല്ലുകളുടെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അതുകൊണ്ട് അമ്മ ദൈവത്തെ ഓർത്ത് ഇനി ഇതുപോലത്തെ പണിയൊന്നും ഒപ്പിക്കല്ലേ എന്ന്. ശ്രീധരൻ കുനിഞ്ഞിരിക്കുന്ന ഭാര്യയെ നോക്കിക്കൊണ്ട് തന്നെ തുടർന്നു. ആ പറഞ്ഞതൊക്കെ അവൾ കേട്ടിറങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞില്ല. അതിനു മുന്നെയാണ് അവൾ അടുത്ത് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. നോക്കിക്കോ ശ്രീധര, ഇന്ന് തന്നെ മില്ലിൽ വിളിച്ചു പറഞ്ഞിട്ട് ഈ പറമ്പിലെ സകല തടികളും ഞാൻ വിൽക്കും. ഓരോന്നൊക്കെ പിടിച്ച് തൂങ്ങി നിൽക്കുന്നതും കാണുമ്പോഴല്ലേ ഇവളുടെ ഈ കുന്തളിപ്പ്. അരിശം തീരാതെ ശ്രീധരൻ നോക്കുമ്പോൾ
അതുവരെ സന്തോഷത്തോടെ ഇരുന്നവരുടെ മുഖം ആകെ വല്ലാതെയായിട്ടുണ്ട്. മതിയടോ, ഒന്ന് നിർത്ത്. എന്തായാലും പറ്റിപ്പോയി. ഇനി താനിങ്ങനെ കണ്ണുപൊട്ടുന്ന രീതിയിൽ ചീത്ത പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ പഴയ പോലെയാകുമോ? നീ പറയുന്ന പോലൊന്നുമല്ല കൈമളെ. ഒരു നേരം ഇവൾ അടങ്ങിയിരിക്കില്ല. എപ്പ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ തൊട്ടും പിടിച്ചും ചിരണ്ടിയും നടന്നോളും. ഇപ്പൊ തന്നെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ചക്ക തള്ളിയിടേണ്ട കാര്യമുണ്ടോ ഇവക്ക്? ഇനിയിപ്പോ വേണമെങ്കിൽ തന്നെ ഞാൻ വരുന്നവരെ ഒന്ന് കാത്തു നിന്നൂടെ? അതില്ലാതെ എന്തൊക്കെയാ സീത ഇത്? ഇടതടവില്ലാതെ വഴക്ക് പറയുന്ന ശ്രീധരന്റെ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ട് കൈമൾ മാഷി ചോദിച്ചത്. അത് പിന്നെ കുഞ്ഞ് ചക്കപ്പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഒറ്റ നിമിഷം കൊണ്ട് പൂവിലായി. പൂവേ, നീയാണോ? എല്ലാവരുടെയും മനസ്സിൽ ആ ചോദ്യമായിരുന്നു. നോ, നാനല്ല മുത്തശ്ശ, ഞാൻ ഒന്നും അല്ല മുത്തശ്ശ. എനിക്ക് ചക്ക അഞ്ഞുപോലും കൂടാ. എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന് കണ്ടതും അതുവരെ സീതയുടെ കൈയും കാലുമൊക്കെ തടവി അടുത്തിരുന്നവൾ ഒറ്റ നിമിഷം കൊണ്ടാണ് കടകം മറിഞ്ഞ് കൈമൾ മാഷിന്റെ അടുത്തേക്ക് എത്തിയത്. പൂവേ, മാഷ് ഒന്നുകൂടി വിളിച്ചതും അവൾ അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് വട്ടം ചുറ്റി ആ കഴുത്തിടയിലേക്ക് മുഖം അമർത്തി. എന്താ സീതേ കാര്യം? എന്താ ശരിക്കും പറ്റിയേ? കുഞ്ഞിപ്പെണ്ണിന്റെ ആ ഇരുത്തം കാണുമ്പോഴേ അറിയാം അവളാണ് ഇത് മൊത്തവും ഉണ്ടാക്കിയതെന്ന്. ചുമ്മാതല്ല, സീതമ്മ വീണെന്ന് പറഞ്ഞപ്പോൾ മുതൽ അവിടെ നിന്ന് അംഗം വെട്ടുകയായിരുന്നു ഹരിയോട്. ആ ചെറുക്കൻ ഒന്ന് കുളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിലത്ത് കിടന്നുരുണ്ട് ബഹളം വെച്ച് അവസാനം താൻ എടുത്തുകൊണ്ടുവരികയായിരുന്നു പെണ്ണിനെ. അത് പിന്നെ ഒന്നുമില്ല മാഷേ. കുഞ്ഞ് ഇടം തിരിഞ്ഞു എന്ന് കണ്ടതും സീതയ്ക്ക് പറയാൻ വന്നത് പറയാൻ പറ്റാത്ത രീതിയിൽ ആകെ ഒരു വിമിഷ്ടം തോന്നി. അതല്ല, എന്തോ കാരണമുണ്ട്. ആ കാരണമാണിപ്പോൾ ഈ അടുപ്പ് കൂട്ടിയ പോലെ എന്റെ നെഞ്ചിൽ കിടക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സീത കൂടുതൽ നുണ പറയാതെ ഉള്ള കാര്യം പറഞ്ഞു. അത് അത് പിന്നെ മുന്നിൽ നിൽക്കുന്നവരെയും കുഞ്ഞിപ്പെണ്ണിനെയും മാറി മാറി നോക്കിക്കൊണ്ടുള്ള സീതയുടെ വിഷമം കണ്ടതും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ചിരിയാണ് വന്നത്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേക്ക്. ശ്രീധരൻ അങ്ങനെ പറഞ്ഞതും കഴുത്തിൽ മുഖം ഒളിപ്പിച്ചു വെച്ചവൾ പതുക്കെ തലയൊന്ന് ഉയർത്തി ശ്രീധരനെ നോക്കി. അതുവരെ ടെൻഷനിലായിരുന്ന സീത പോലും പെണ്ണിന്റെ കള്ളനോട്ടം കണ്ടതും അറിയാതെ ചിരിച്ചുപോയി. അടുക്കളയിൽ പാലിരിപ്പുണ്ട് മോളെ, നീ പോയി എല്ലാവർക്കും ചായ ഇട്ടുകൊണ്ടുവാ. സീത പതിയെ തന്റെ സൈഡിലിരിക്കുന്നവളോട് പറഞ്ഞതും അവൾ ചുറ്റുമുള്ള ആരെയും നോക്കാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടങ്ങാൻ തോന്നി. സ്റ്റോപ്പ്! മാഷിനെയും കടന്ന് മുന്നോട്ട് നടക്കാൻ പോയവൾ ആ പറച്ചിലിൽ വെപ്രാളപ്പെട്ട് നിന്നുപോയി. സ്റ്റോപ്പ് പറഞ്ഞ അപ്പൊ നിക്കണം, അരിഞ്ഞൂടെ? കുഞ്ഞിപ്പെണ്ണ് സ്റ്റോപ്പ് പറഞ്ഞിട്ടും ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടന്നാണ് മണിക്കുട്ടി തിരിഞ്ഞു നോക്കിയത്. അതിന്റെ ദേഷ്യത്തിൽ മാഷിന്റെ കയ്യിലിരിക്കുന്നവൾ മുഖം വീർപ്പിച്ചു. സോറി, ഇനി നിന്നോളാം. നെയ്യപ്പം പോലെ വീർത്തിരിക്കുന്ന ആ കവിളിൽ പിടിച്ചൊന്ന് വലിച്ചമർത്തി ഉമ്മ വെക്കാനുള്ള ആഗ്രഹത്തോടെ മണിക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. ആ ഇരിപ്പിലിരുന്നു കൊണ്ട് അത്രയും ഗൗരവത്തോടെ പറയുന്നവളുടെ വാക്കുകളിൽ പൊട്ടിവന്ന ചിരി പുറത്തേക്ക് വരാൻ ആരും സമ്മതിച്ചില്ല. കാരണം അവളെ കളിയാക്കിയെന്നൊരു തോന്നൽ പോലും കിട്ടിയാൽ പെണ്ണ് കാറിക്കൂവി നശിപ്പിക്കും. വളരെ കുറച്ചു നാളതെ ആയിട്ടുള്ളൂ അവരിവിടെ താമസത്തിന് വന്നിട്ടുള്ളതെങ്കിലും അവളുടെയും ആ വീട്ടുകാരുടെയും ഏകദേശം സ്വഭാവങ്ങളൊക്കെ സീതയ്ക്കും ശ്രീധരനും കാണാപ്പാടമാ. കം ഏ മനസ്സിലാവാത്ത പോലെ അവളുടെ നെറുകയിൽ വരകൾ വീണു. കം പറഞ്ഞ ഇവിടെ വരാൻ. കുഞ്ഞി കൈവിരലുകൾ കൊണ്ട് നെറുകയിൽ തട്ടി പെണ്ണ് പറഞ്ഞതും മണിക്കുട്ടി ഇത്തിരി പേടിയോടെ കൈമൾ മാഷിനെ നോക്കാതെ തന്നെ അടുത്തേക്ക് ചെന്നു. ഒന്നും അറിയില്ല അല്ലേ? വലിയ കാര്യക്കാരെ പോലുള്ള അവളുടെ ചോദ്യത്തിൽ ഇത്തവണ മണിക്കുട്ടിയുടെ കണ്ണ് തന്നെ മിഴിഞ്ഞുപോയി. എന്നെ ഏത്തേ? രണ്ട് കൈയും നീട്ടിയുള്ള കുഞ്ഞിപ്പെണ്ണിന്റെ സംസാരത്തിൽ ഇത്തവണ അവൾ നോക്കിയത് മാഷിനെയായിരുന്നു. അവളെ എടുക്കാൻ പറഞ്ഞതാ മോളെ. വാത്സല്യം മാത്രം നിറഞ്ഞു നിന്നിരുന്ന വാക്കുകളിൽ അതുവരെ അദ്ദേഹത്തിന് തന്നോട് ദേഷ്യമായിരിക്കുമോ എന്നുള്ള ചിന്തയ്ക്ക് മുകളിലേക്ക് ഒരു കുടം മഞ്ഞ് വീണ പോലെയാണ് അവൾക്ക് തോന്നിയത്. ആ ഒരു സന്തോഷം വളരെ പെട്ടെന്നാണ് അവളുടെ മുഖമാകെ പടർന്നത്. നിറഞ്ഞ പുഞ്ചിരിയോടെ കുഞ്ഞിനെ എടുക്കാൻ കൈ നീട്ടുന്നവളുടെ മുഖത്താകെ ആ മാറ്റം വന്നത് മാഷും ശ്രദ്ധിച്ചിരുന്നു. മുത്തശ്ശനെ ഏച്ചാനല്ല പറഞ്ഞേ, എന്നെയാ. ബേം ഏക്ക്. തന്നെ നോക്കാതെ മുത്തശ്ശനെ നോക്കി ചിരിക്കുന്നവളുടെ കവളിൽ ഒരൊറ്റ തല്ലു കൊടുത്തുകൊണ്ടാണ് പെണ്ണ് ദേഷ്യം കാണിച്ചത്. കുഞ്ഞി കൈകൾ കൊണ്ട് കിട്ടിയ തല്ലാണെങ്കിലും നല്ലോണം വേദനിച്ചു മണിക്കുട്ടിക്ക്. പൂവേ, അടങ്ങിയിരിക്ക്, കൂടുന്നുണ്ട്. മാഷി വഴക്ക് പറഞ്ഞതും ആ കുഞ്ഞിന്റെ മുഖം വാടി. അത് കണ്ടതും മണിക്കുട്ടി പെട്ടെന്ന് അവളെ വാരിയെടുത്തു. പോട്ടേട്ടോ, എന്റെ കുഞ്ഞിപ്പെണ്ണ് വിഷമിക്കണ്ടായേ, എനിക്ക് നൊന്തില്ലേ? പറഞ്ഞുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മണിക്കുട്ടി കൊഞ്ചിച്ചതും വാടി തളർന്ന മുഖം അതുപോലെ കേറിയങ്ങ് വിടർന്നു. ബാ, നമുക്ക് പാം. മുഖത്തൊരു ചിരി വന്നതും അവൾ ചാർജായി. പോകാനോ? എങ്ങോട്ട്?
തന്റെ തോളിൽ കയറിയിരുന്ന് പറയുന്നവളോട് മണിക്കുട്ടി പുരികം പൊക്കി ചോദിച്ചു, അടുക്കളയിൽ പോവാം, ഇവിടെ എന്റെ ഓറിയോ. കാര്യം കൃത്യമായി മനസ്സിലായില്ലെങ്കിലും അവൾക്ക് വേണ്ടതെന്തോ അടുക്കളയിൽ ഉണ്ടെന്ന് മാത്രം മണിക്കുട്ടിക്ക് മനസ്സിലായി. മുത്തശ്ശി, എന്റെ ടൂട്ടു ഓറിയോ എവിടെ? കുറച്ചു മുന്നേ വരെ മുത്തശ്ശിയുടെ തലവെട്ടം കാണാതെ മറഞ്ഞു നിന്നവൾ പെട്ടെന്ന് കയറി ചോദിച്ചു. സീത ചിരിയോടെ തല കുലുക്കി. മണിക്കുട്ടിയുടെ നോട്ടവും സീതയ്ക്ക് നേരെയായി. നിന്റെ പാപ്പപ്പെട്ടി വെച്ചിരിക്കുന്നില്ലേ, അതിപ്പോ അവളുടെ കസ്റ്റഡിയിലാണ്. അതിലുണ്ട് അവൾ ചോദിച്ച സാധനം. യെസ്, ഞാൻ പറഞ്ഞില്ലേ, അവിടെയുണ്ട്, ബാ ബാ. പറഞ്ഞുകൊണ്ട് അവൾ മണിക്കുട്ടിയെ പിടിച്ചു കുലുക്കിയതും പെണ്ണ് ചിരിയോടെ അവളെ ഒക്കത്തെടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. മുറിയിൽ നിന്നവർ ഇറങ്ങിപ്പോയി എന്ന് കണ്ടതും മാഷ് ശ്രീധരന്റെ നേരെ തിരിഞ്ഞു. ഈ കുട്ടി എന്താ ശ്രീധര ഇവിടെ? അങ്ങനെ താൻ ചോദിച്ചാ പെട്ടെന്നൊരു ഉത്തരമൊന്നും ഇല്ലടോ. അവളെപ്പറ്റി പറയാനാണെങ്കിലോ ഒരു കടല് പോലെ ഉണ്ട് താനും. നെടുവീർപ്പോടെ പറയുന്ന ശ്രീധരന്റെ മുഖത്തേക്ക് നോക്കി കൈമൾ മാഷ് നിന്നു. അപ്പോൾ അടുത്ത പാർട്ടിൽ കാണാവേ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.